ടെലിഫോൺ ലൈനിൽ കേസ്. ബാലു, ഇപ്പോൾ താങ്കൾക്ക് പകരമായിട്ടൊരു ആളെ കൂടി നിയമിക്കുന്നു, അതും ഈഴവ സമുദായത്തിലുള്ള ഒരാളെയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു അവസാനം അതോടുകൂടി ആകുമെന്ന് തോന്നുന്നുണ്ടോ, അതോ എന്താണ് ബാലുവിന് പറയാനുള്ളത്? അല്ല, അത് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തായാലും പുതുതായിട്ട് വരുന്ന ആൾക്ക് എല്ലാവിധ ആശംസകളും അയാളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബാലു, ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഓഫീസ് ജോലിയിലേക്ക് മാറുകയും പിന്നീട് കഴകം ജോലിയിലേക്ക് തന്നെ വീണ്ടും നിയമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാലു രാജിവെച്ച് പോവുകയുമായിരുന്നു. ആ വാർത്ത വന്നപ്പോൾ തന്നെ അത്തരത്തിലൊരു പ്രതികരണം ലഭ്യമാകണമെന്ന് വിചാരിച്ചിരുന്നു. എന്തുകൊണ്ടായിരുന്നു രാജി? അല്ല, അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ ഉത്സവം വരുന്നുണ്ട്. അപ്പോ ഉത്സവ സംബന്ധമായിട്ട് അവിടെ തന്ത്രിമാര് പങ്കെടുക്കേണ്ട ചടങ്ങുകൾ ധാരാളമായിട്ട് ഉണ്ട്. അപ്പൊ വീണ്ടും ആ ഒരു പഴയൊരു പ്രശ്നം ആവർത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ബാലുവിനൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ദേവസ്വം മന്ത്രിയായാലും സർക്കാരൊക്കെ തന്നെ ആയാലും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡായാലും അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ബാലു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു പിന്തുണയുണ്ടായിട്ട് പിന്നെ എന്താണ് മനസ്സ് മടുപ്പിക്കാൻ കാരണം? അല്ല, ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രശ്നം കാരണം തന്നെയാണ് രാജിവെക്കേണ്ടി വന്നത്. പുതിയ ആൾക്ക് അവിടെ എത്തിയാൽ ആ ജോലിയിൽ തുടരാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് ബാലു വിചാരിക്കുന്നുണ്ടോ? അത് നമുക്ക് അങ്ങനെ ഉണ്ടാവാം, മേബി ഉണ്ടാവാം. ശരി, വളരെയധികം നന്ദി ശ്രീ ബി എ ബാലു പ്രതികരിച്ചതിന്. അദ്ദേഹം ഒഫീഷ്യലായി രാജിക്കത്ത് നൽകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് താൻ